അതീവ ഗുരുതരമായ വിഘടനവാദം നമ്മുടെ നാട്ടിൽ വളർന്നു വന്നില്ലേ? ഖാലിസ്ഥാൻ വാദം മറ്റും ഒക്കെ ഉണ്ടായില്ലേ? ആ ഘട്ടമെല്ലാം നമ്മൾ മറികടന്നു കഴിഞ്ഞു. പക്ഷെ ഇന്ന് എത്തി നിൽക്കുന്ന പ്രതിസന്ധി എന്താ? ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ വീണ്ടും ചോദ്യം ചെയ്യപ്പെടുക. നമ്മളിവിടെ നമ്മുടെ രാജ്യത്തെക്കുറിച്ച് പറയുന്നത് ഒരു ജനാധിപത്യ മതനിരപേക്ഷ റിപ്പബ്ലിക് എന്നാണ്. എന്നാൽ ഇന്ന് രാജ്യം ഭരിക്കുന്ന ആളുകൾ പറയുന്നത് നമ്മുടെ രാജ്യം അങ്ങനെയല്ല, ഒരു മതനിരപേക്ഷ രാഷ്ട്രമൊന്നുമല്ല, ഇതൊരു ഹിന്ദു രാഷ്ട്രം തന്നെയാണ് എന്നുള്ളത്. ഒരു മതവും ഈ രാഷ്ട്രവും തമ്മിലുള്ള ബന്ധം അത് യാതൊരു വ്യത്യാസവുമില്ല എന്ന് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഓരോന്നോരോന്നായി വന്നുകൊണ്ടിരിക്കുക. നമ്മുടെ സമൂഹത്തിൻ്റെ പൊതു സ്വഭാവം ഒരുപാട് ജനവിഭാഗങ്ങളുള്ള, ഒരുപാട് മതവിഭാഗങ്ങളുള്ള, സംസ്കാരങ്ങളുള്ള, ഒരുപാട് ഭാഷാ വിഭാഗങ്ങളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ഈ ഇന്ത്യക്ക് യോജിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഒരു നിലപാട് മതനിരപേക്ഷ രാഷ്ട്രം എന്നുള്ള സങ്കല്പം അതിൻ്റെ കടക്കൽ കത്തിവെച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ നമ്മൾ മുറിച്ചു കടന്ന ഭീഷണികൾ പോലെയല്ല, ഇന്ന് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി അതാണ്. നമ്മുടെ യോഗത്തിൻ്റെ ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ടുള്ള വർഗീയത. എവിടുന്നാണ് ഇതിൻ്റെ ഉത്ഭവം? ഈ വർഗീയ ചിന്താഗതി ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ലല്ലോ. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് വർഗീയ ചിന്താഗതിയുള്ള ആൾക്കാരുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നല്ലോ. ഭരണഘടനാ നിർമ്മാണ അസംബ്ലിയിൽ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാവണമെന്ന് വാദിച്ച ആൾക്കാരുണ്ടായിരുന്നല്ലോ. സെക്കുലറിസം എന്ന് പറയുന്ന, മതേതരത്വം എന്ന് പറയുന്ന സങ്കല്പം ഇന്ത്യക്ക് യോജിച്ചതല്ല എന്ന് പറയുന്ന ആളുകൾ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ എന്താ സംഭവിച്ചത്? ആ നിലപാടുള്ള ആളുകളെ മറികടക്കാൻ അന്നത്തെ രാഷ്ട്രീയ നേതൃത്വത്തിന് കഴിഞ്ഞു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആവട്ടെ, അംബേദ്കർ ആവട്ടെ, ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിട്ടുള്ള ആളുകളാവട്ടെ, മറ്റു മെമ്പർമാരാവട്ടെ, ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ സെക്കുലർ രീതിയിൽ, മതനിരപേക്ഷമായ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരായിരുന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ പ്രയാണത്തിൽ ഒട്ടനവധി വർഗീയ കലാപങ്ങൾ നമ്മൾ കണ്ടില്ലേ? യു പിയിൽ നിന്ന്, ഉത്തരേന്ത്യയിൽ നിന്ന് എത്രമാത്രം വർഗീയ കലാപങ്ങൾ നമ്മൾ കണ്ടു. വളരെ ആസൂത്രിതമായി രാജ്യത്ത് ഒരു മതപരമായിട്ടുള്ള, വർഗീയമായിട്ടുള്ള വിഭജനം ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി. പക്ഷേ അതിനെ അതിജയിക്കാൻ നമ്മൾക്ക് കഴിഞ്ഞു. എന്തിനേറെ പറയുന്നു, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമായി ഒരു മതനിരപേക്ഷ റിപ്പബ്ലിക്കായി മാറിയപ്പോൾ നമ്മുടെ കൂടെ തന്നെ ജന്മം കൊണ്ട പാകിസ്ഥാൻ ഒരു ഇസ്ലാമിക റിപ്പബ്ലിക്കായി പോയില്ലേ? ആ വിഭജനത്തിന്റെ ഭാഗമായി ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു, ചോരപ്പുഴ ഒഴുകി. ആ പശ്ചാത്തലത്തിൽ പോലും ആ ഒഴുകുന്ന ചോരയിൽ കാല് ചവിട്ടി നിന്നിട്ടാണ് ഭരണഘടനാ നിർമ്മാണ അസംബ്ലിയിലെ ആളുകൾ തീരുമാനിച്ചത് ഇന്ത്യ ഒരിക്കലും ഒരു മതാധിഷ്ഠിത രാജ്യമാകാൻ പാടില്ല, അതൊരു മതനിരപേക്ഷ രാജ്യമായിട്ടേ ഇന്ത്യക്ക് നിലനിൽക്കാൻ കഴിയുകയുള്ളൂ. ഈ പ്രതിസന്ധികളൊക്കെ കടന്നു വന്ന നമ്മുടെ രാജ്യം ഇന്ന് എന്തുകൊണ്ട് ഈ കാണുന്ന രൂപത്തിൽ ഇത്രയധികം ഒരു മതപരമായിട്ടുള്ള വിടവ്, വർഗീയമായിട്ടുള്ള വേർതിരിവ് നമ്മുടെ നാട്ടിലുണ്ടാകാനിടയായി? നമ്മളത് ചിന്തിച്ചു നോക്കുമ്പോൾ സമീപകാലത്ത് ഒരു 3 പതിറ്റാണ്ട് അല്ലെങ്കിൽ 4 പതിറ്റാണ്ട് മുന്നിലേക്ക് ചിന്തിച്ചാൽ ആ ഒരു 40-50 വയസ്സ് ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് വളരെ വ്യക്തമായിട്ടും നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ള ആ വർഗീയതയുടെ വളർച്ച, അതിൻ്റെ രേഖാചിത്രം നിങ്ങളുടെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകും. എവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നത്? നിങ്ങൾ നോക്ക്, നമ്മൾ എന്താ കണ്ടിരുന്നത്? അമ്പും വില്ലും ഏന്തി നിൽക്കുന്ന രാമന്റെ ചിത്രം വെച്ചിട്ടായിരുന്നു ഒരു കാലത്ത്.
അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിന്റെ കാര്യം പറഞ്ഞ്, രാമജന്മഭൂമിയുടെ കാര്യം പറഞ്ഞ് ഒരു പ്രസ്ഥാനം വളർത്തിക്കൊണ്ടുവന്നു. ആ പ്രസ്ഥാനം എങ്ങനെയാണ് RSS നമ്മുടെ നാട്ടിൽ ഉപയോഗപ്പെടുത്തിയത്? കേരളത്തിന്റെ കാര്യം നിങ്ങൾ എടുത്തു നോക്കൂ. കേരളത്തിലൊന്നും RSSന് വളരെ ശക്തിയുള്ള ഒരു മേഖലയൊന്നും ആയിരുന്നില്ല. കേരളത്തിൽ 1947-50 കാലഘട്ടങ്ങളിൽ 1000-ൽ താഴെ RSSന്റെ പ്രവർത്തകരാണ് ഉള്ളത് എന്നാണ് ചില കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വളരെ കുറച്ച് ശാഖകൾ മാത്രമാണുള്ളത്. RSSന് പറ്റുന്ന ഒരു ഭൂമിയല്ല കേരളത്തിൻ്റെത്. നമ്മുടെ കേരളത്തിൻ്റെ മണ്ണിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളിൽ ഈ മുസ്ലിം മതവിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ വരുന്നത് മറ്റ് രാജാക്കന്മാരുടെ അതിക്രമത്തിലൂടെയാണ് എന്നൊക്കെയാണല്ലോ പറയുന്നത്. കുതിരപ്പുറത്ത് വാളും പൊക്കിപ്പിടിച്ച് യുദ്ധത്തിലൂടെ, അതിൻ്റെ ഭാഗമായിട്ട് മുഗളന്മാരും പിന്നെ മംഗോളിയരും മറ്റുള്ളവരൊക്കെ വന്നു സാമ്രാജ്യങ്ങൾ സ്ഥാപിച്ചു എന്നൊക്കെയല്ലേ പറയുന്നത്. പക്ഷെ കേരളത്തിലെ ഒരു മുസ്ലിം സമുദായം രൂപപ്പെടുന്നത് അങ്ങനെയല്ലല്ലോ. ഞാൻ ഈ മുസ്ലിം സമുദായത്തിൻ്റെ കാര്യം പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ RSS സംഘടന ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ചും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകാരെയും ചൂണ്ടിക്കാണിച്ചിട്ടാണല്ലോ. അതാണല്ലോ അവരെ അഭിപ്രായത്തിൽ നമ്മുടെ രാഷ്ട്രത്തെ ബാധിച്ചിട്ടുള്ള ഏറ്റവും വലിയ വിപത്ത്. നമ്മൾ വടക്കേ ഇന്ത്യയിലേക്ക് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മുസ്ലിം രാജ്യങ്ങൾ, മുസ്ലിം രാജാക്കന്മാർ രാജഭരണം നടത്തിയതിൻ്റെ പേരിൽ അധികാരം നഷ്ടപ്പെട്ട ഒരു ജനവിഭാഗത്തെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ ഒരു അസംതൃപ്തി അവിടെ നിലനിൽക്കുന്നുണ്ടാവും. അവരെ മുഖത്ത് നോക്കിയിട്ട് പറയാതാ, നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന അധികാരം തട്ടിയെടുത്തത് ഈ മുസ്ലിങ്ങളാട്ടോ, മുഗളന്മാരാണ്, ഡൽഹി സുൽത്താനേറ്റാണ്, ഇവർ നിങ്ങളുടെ ശത്രുക്കളാണ്. ആ ഒരു സാഹചര്യമല്ലല്ലോ നമ്മുടെ കേരളത്തിലുള്ളത്. കേരളത്തിൽ ഒരു യുദ്ധത്തിലൂടെയോ വെട്ടിപ്പിടുത്തത്തിലൂടെയോ അല്ല കേരളീയ സമൂഹം രൂപം കൊണ്ടത്. വളരെ സൗഹാർദ്ദപരമായ സൗഹാവർത്തിത്വത്തിലൂടെയാണ്. ഒരു വെട്ടിപ്പിടുത്തം ഇവിടെ ഉണ്ടായിട്ടില്ല. കേരളത്തിലൊരു മുസ്ലിം സമുദായം രൂപപ്പെടുന്നതിന് ഏതെങ്കിലും ഒരു യുദ്ധത്തിലൂടെയല്ല. ആദ്യകാലത്ത് ഈ സമുദായം കേരളത്തിൽ രൂപപ്പെടുന്നത് നമ്മുടെ തീരപ്രദേശങ്ങളിലാണ്. പൊന്നാനിയിലുണ്ട്, ചാലിയത്തുണ്ട്, കോഴിക്കോടുണ്ട്, കാപ്പാടുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് വരുന്നത്? ഈ കേരളത്തിലുള്ള നാട്ടുരാജാക്കന്മാരുമായി കച്ചവടം ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഈ കച്ചവടത്തിലൂടെ വരുമ്പോൾ ഇവിടെ കച്ചവടത്തിന് വേണ്ടി വരുന്ന യമനികളാവട്ടെ, അറബികളാവട്ടെ, അതിലൂടെ ഇവിടുത്തെ നാട്ടുരാജാക്കന്മാർക്ക് എന്ത് കിട്ടുന്നു? അവർക്ക് വിദേശ പണം കിട്ടുന്നു, അവർക്ക് ബിസിനസ് നടക്കുന്നു, അവരുടെ രാജ്യത്തിന് സമൃദ്ധി ഉണ്ടാകുന്നു, അവരുടെ സമ്പത്ത് കൂടുന്നു. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ഈ കച്ചവടക്കാരായ ആളുകൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. അവർക്ക് പള്ളി വെക്കാൻ സ്ഥലം വെറുതെ കൊടുത്തു. അവർക്ക് വന്ന ആളുകളുടെ കൂട്ടത്തിൽ സ്ത്രീകളില്ലെങ്കിൽ അവർക്ക് അവരുടെ ഇടയിൽ നിന്ന്, ഹിന്ദുക്കളായിട്ടുള്ള രാജാക്കന്മാരുടെ ഇടയിൽ നിന്ന് സ്ത്രീകളെ വിവാഹം ചെയ്തു കൊടുത്തു. അവർക്ക് താമസിക്കുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും നാട്ടുരാജാക്കന്മാർ ചെയ്തു കൊടുത്തു. ഇതൊന്ന് നമ്മുടെ കേരളത്തിന്റെ തീരപ്രദേശത്തു കൂടെ നടന്നാൽ നമുക്ക് കാണാൻ കഴിയുമല്ലോ. അറക്കൽ രാജകുടുംബമുണ്ട് കണ്ണൂർ. അവരുടെ ഹിസ്റ്ററി എന്താ? അറക്കൽ രാജകുടുംബം വരുന്നത് എന്താ? ഒരു ഹിന്ദു രാജാവിൻ്റെ രാജകുടുംബത്തിലെ ഒരു അംഗത്തെ മുസ്ലിമിന് കല്യാണം കഴിച്ചു കൊടുത്തതാണ്. എന്തിനു വേണ്ടിയാണ്? ഇവിടെ ഈ ട്രേഡ് നടത്തുന്നതിന് വേണ്ടി, കച്ചവടത്തിന് വേണ്ടി വരുന്ന ആളുകളെ നിലനിർത്തുക. അത് ഇവിടുത്തെ നാട്ടുരാജാക്കന്മാരുടെ ആവശ്യമാണ്. അവരുടെ സമ്പൽഘടനക്ക് അത് അത്യാവശ്യമാണ്. ആ നിലക്ക് സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷത്തിലല്ലേ ഈ രൂപം കൊള്ളുന്നത്. കോഴിക്കോട് സാമൂതിരിയുടെ ചരിത്രം എടുത്ത് നോക്കുന്ന സമയത്ത് മരക്കാന്മാർ, കുഞ്ഞാലി മരക്കാന്മാർ, മങ്ങാട്ടച്ഛൻ, കുഞ്ഞാലി മരക്കാന്മാർ, അവരില്ലാന്നുണ്ടെങ്കിൽ സാമൂതിരിയുടെ നിലനിൽപ്പെന്താ? ഇടം കൈയും വലം കൈയുമായിട്ട് പ്രവർത്തിക്കുന്നത് അങ്ങനെയല്ലേ?
കേരളത്തിൽ ഉടനീളം ഈ ഒരു യാഥാർത്ഥ്യം നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഏതൊരു ചരിത്രം എവിടെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ